12709. രാഹുൽ മാങ്കൂട്ടത്തിൽ. ചേലക്കരയും പാലക്കാടും തമ്മിൽ മത്സരം. പാലക്കാടിന്റെ രാഹുലാവുന്നു ഇനി. പാലക്കാടിന്റെ ഭൂരിപക്ഷം ഉയർത്തുന്നതിലുള്ള മത്സരമാണ്. ഭൂരിപക്ഷം ആര് ഉയർത്തുമെന്നതിൽ മത്സരമാണ് ഇനി നടക്കുന്നത്. ഇനി ചേലക്കരയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ചേലക്കരയിൽ ഇനി 11,000-ൽ നിന്ന് UR പ്രദീപ് വോട്ട് എത്ര കൂട്ടുന്നു എന്നതാണ് അറിയേണ്ടത്. കണ്ണാടിയും മാത്തൂരും മാത്രം അവശേഷിക്കുമ്പോൾ ഒറ്റ ചോദ്യം, 17,000 മറികടക്കുമോ? ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം, ഷാഫിയുടെ റെക്കോർഡ് മറികടക്കുമോ രാഹുൽ? അതെ, പാലക്കാടൻ കോട്ടയുടെ ഉടയോനായി നാടിന്റെ നന്മകനെ പൊന്മകനെ എന്നൊക്കെ ക്രിസ്റ്റി അടിച്ചു വിടുന്നു. ഒരു ചരിത്രം എഴുതി കഴിഞ്ഞു. നഗരസഭ പിടിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രം എഴുതി കഴിഞ്ഞു. അടുത്ത ചരിത്രം ആണ് പ്രതീക്ഷിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ലഡു വിതരണം തുടങ്ങി. ഇതൊരു ജനാധിപത്യ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, എല്ലാവർക്കും കൊടുക്കണം, കോൺഗ്രസ്സുകാർക്ക് മാത്രം കൊടുക്കരുത്. ഇതൊരു ജനാധിപത്യ എഡിറ്റോറിയൽ ഡെസ്ക് റൂമാണ്. ഇവിടെ കോൺഗ്രസ്സുകാരുണ്ട്, ഇവിടെ CPM ഉണ്ട്, ഇവിടെ BJP ഉണ്ട്. പക്ഷേ വാർത്തകളിൽ മാത്രം നമ്മൾ കൃത്യമായി ഈ ഒരു തരത്തിലുള്ള പക്ഷപാതത്വം കാണിക്കില്ല. അഭിപ്രായങ്ങളിൽ ഉണ്ടാവും എന്നത് മാത്രം. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മറച്ചു വെക്കാറുമില്ല. തന്നെ പറയും. നിങ്ങൾക്കത് തുറന്നു തന്നെ മനസ്സിലാക്കാനും കഴിയും. കോൺഗ്രസ് ക്യാമ്പിന്റെ ലഡു കഴിച്ചിട്ട് വെള്ളം കുടിക്കുന്നു. അതെ, 12,709. കോൺഗ്രസ് ക്യാമ്പിന്റെ ലഡു. അതെ, ലഡു വിതരണം ഉണ്ടായിരുന്നു ഇവിടെ. നമ്മുടെ കോൺഗ്രസ് ക്യാമ്പിന്റെ നേതാവ് വിനീത വേണു ഇവിടെ ലഡുവായി വരുന്നു. 12,709 വോട്ടുകളുടെ ലീഡാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയിരിക്കുന്നത്. ഇപ്പോൾ 15,000 വോട്ടിന്റെ ലീഡ്. UR പ്രദീപ് 15,000 വോട്ട്. 15,000. UR പ്രദീപ്. അങ്ങനെ ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥി 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. 15,000-ന്റെ ഇഞ്ച്. അതാ 15,000. ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് 15,000 വോട്ടുകൾക്ക് മുന്നിൽ. അതായത് LDF-ഉം UDF-ഉം തമ്മിൽ, ചേലക്കരയും പാലക്കാടും തമ്മിൽ മത്സരിക്കുമ്പോൾ ചേലക്കരയിലെ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് 15,000 വോട്ടുകൾക്ക് മുന്നിൽ. മാത്തൂർ പഞ്ചായത്താണ് പെണ്ണുന്നത്. മാത്തൂർ പഞ്ചായത്ത് 12,709 ലീഡ് രാഹുൽ. ചേലക്കരയുടെ കൂടി നമുക്ക് ഫുൾ ഫ്രെയിം കൊടുക്കണം. ചേലക്കര, ചെങ്കോട്ടയായി ചേലക്കര എന്ന് തന്നെ കൊടുക്കണം. ഫുൾ ഫ്രെയിം കൊടുക്കൂ. ചെങ്കോട്ടയായി ബുദ്ധിമുട്ടുണ്ടോ? വേഗത്തിൽ അടിക്കണം. ചെങ്കോട്ടയായി ചേലക്കര, ചെന്താരകമായി പ്രദീപ്. You are the star എന്നാണ് പ്രേക്ഷകർ കാണുന്നത്. ചെങ്കോട്ടയായി ചേലക്കര, ചേലക്കരയുടെ അമരത്ത് പോരാ, കുറച്ചുകൂടി വരണം. ചെന്താരകമായി UR പ്രദീപ് എന്ന് വരണം. ചേലുള്ള ചെങ്കുടി എന്ന് വരണം. രാഹുൽ നായകനെ, എൻ മകനെ, പൊന്മകനെ എന്നൊക്കെയാണല്ലോ. അതേപോലെ UR പ്രദീപ് You are the star എന്നാണ് ചേലക്കരയിൽ. You are the star. UR പ്രദീപ് ചേലക്കരയുടെ അമരത്തേക്ക് വരുന്ന കാഴ്ച. അതും UR പ്രദീപിന് ആ മണ്ഡലം സമ്മാനിച്ച ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ 10,200 എന്ന 2016 ഭൂരിപക്ഷത്തെ മറികടന്ന് UR പ്രദീപിന്റെ കുതിപ്പാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ക്യാമ്പിൽ അത്ര പോരാ. രാഹുലിന്റെ രഥോത്സവം എന്നല്ലേ കൊടുക്കണ്ടേ? കോൺഗ്രസ് ക്യാമ്പിൽ ഈ ക്രിയേറ്റിവിറ്റികൾ ആരും ഇല്ല. തേരോട്ടം, രഥോത്സവം അല്ലേ? തേരല്ലേ? തേരോട്ടം എന്ന് കൊടുക്കാം അല്ലേ?